മക്കളെ, വെൽക്കം ബാക്ക് ടു ദി എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ തമസാണ്. സോ നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ കൊതിച്ച വീഡിയോ ആണല്ലേ ഇത്. എന്താടാ, നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോ ആണ്. എനിക്കൊന്നും ഞാൻ നമ്മുടെ ഓണത്തിന്റെ എക്സാം പോയിട്ട് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും ഇങ്ങനെ ഭയങ്കര ഈഗറാണ്. എന്തൊക്കെയാണ് മിസ്സേ ക്വസ്റ്റൻസ്, ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്, ഒന്ന് മിസ്സേ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ മോസ്റ്റ് അവൈറ്റഡ് വീഡിയോ എന്ന് പറയാൻ പറ്റും, അങ്ങനെ ഒരു വീഡിയോ ആണെടാ. യെസ്, അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ വേഗം കമന്റ് ചെയ്യുകയും ചെയ്യണം. പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ നമ്മുടെ ലൈവിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സിന്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതെങ്ങനെയാണെന്നല്ലേ, നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ അതിന്റെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്കാണ് ജോയിൻ ചെയ്യുക. അപ്പം ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ കിട്ടും കേട്ടോ. യെസ്, ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. പ്രഡിക്ഷൻ ആണല്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പേടിയുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. ഇത് പക്ക എന്റെ പ്രഡിക്ഷൻ ആണ്, ഞാൻ വേറെ ഒരു സോഴ്സും ഇല്ല. അതായത് എനിക്ക് തോന്നുകയാണ് ഇത് നമുക്ക് ഏകദേശം കുറെ കാലമായിട്ട് നമ്മളിപ്പം ഇതിന്റെ മേലെ ഇങ്ങനെ കടന്ന് പറയാണല്ലോ. അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവല്ലോ, ഓക്കെ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത്. അങ്ങനെയുള്ള അതായത് പ്യൂർലി ഫിക്ഷൻ ആണ് കേട്ടോ. ഇതിന് ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളോ അങ്ങനത്തെ ഒന്നുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുന്ന പോലെ എന്റെ തോന്നലിന്റെ മേലെ ഉള്ളത് മാത്രമാണ്. ശരിയാവാം, ശരിയാവാതിരിക്കാം. ചിലപ്പോൾ നാളെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നല്ലോ എന്ന് വിചാരിക്കാം. ചിലപ്പോൾ നാളെ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഈ മിസ് പറഞ്ഞ ഒന്നും വന്നില്ലല്ലോ എന്നും വിചാരിക്കാം. അപ്പം എന്തെന്നായാലും ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. യെസ്, ഫസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും എക്സാമിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് കാണാൻ പോകുന്ന ഒരു പാസേജ് കോംപ്രഹെൻഷൻ ആണ്. അത് 100% ഉറപ്പാണ്. പാസേജ് കോംപ്രഹെൻഷൻ ആണ്. ആ പാസേജ് കോംപ്രഹെൻഷന് ഏത് ലെസൺ വരും എന്നുള്ളത് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. നമുക്കിപ്പോൾ ഒന്നാമത് ആനുവൽ എക്സാം ആയതുകൊണ്ട് നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം പ്രഡിക്ഷൻ വെക്കാൻ പോകുന്ന ഒരു ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതില്ലേ, യെസ്, ഇന്ത്യൻ മെലഡി അല്ല, നമ്മുടെ ആ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെ, ടോയ്സ് ടു ടീൻ എന്ന് പറഞ്ഞ ആ ഒരു ലെസൺ ഇല്ലേ, അതിന്റെ അകത്തുനിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പാസേജ് കോംപ്രഹെൻഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം അതൊരു ആർട്ടിക്കിൾ പോലത്തെ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് പാസേജ് കോംപ്രഹെൻഷൻ ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ചാൻസ് ഉള്ളത് നമ്മുടെ ബെത്താനി ഹാമിൽട്ടന്റെ ആ ഒരു ലെസൺ ഉണ്ടല്ലോ, ദ ഇൻസർഫബിൾ സോൾ സഫറോ, ആ ഒരു ലെസൺ ഇല്ലേ, യെസ്, അതിന്റെ അകത്തുനിന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പാസേജ് കോംപ്രഹെൻഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് മക്കളെ, പോയം കോംപ്രഹെൻഷൻ ആണ്. പോയം കോംപ്രഹെൻഷൻ നമ്മൾ ടെക്സ്റ്റ് മൊത്തത്തിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ലാസ്റ്റ്, അതായത് നമ്മളിപ്പം ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോർഷൻ നോക്കുമ്പോൾ ആകെ പഠിക്കാനുള്ള ഒരു സോങ് എന്ന് പറഞ്ഞാൽ അതൊരു സോങ് ആണ്. അത് നമ്മുടെ ലെറ്റ് ഇറ്റ് ഗോ ആണ് അല്ലെ. യെസ്, സോ ആ ലെറ്റ് ഇറ്റ് ഗോന് നല്ലൊരു ചാൻസ് ഉണ്ട് പോയം കോംപ്രഹെൻഷൻ. അതിന് അപ്രിസിയേഷൻ ചോദിക്കാൻ അധികം ചാൻസ് ഇല്ല, അറിഞ്ഞൂടാ ഉറപ്പില്ല, പക്ഷെ അപ്രിസിയേഷൻ ചോദിക്കാൻ അധികം ചാൻസ് ഇല്ല. എന്നാലും പോയം കോംപ്രഹെൻഷൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ലെസൺ ആണ് ഏത്, നമ്മുടെ ആ ലെറ്റ് ഇറ്റ് ഗോ കേട്ടോ. സോ പോയം കോംപ്രഹെൻഷൻ ലെറ്റ് ഇറ്റ് ഗോ ആവാൻ ഒരു സാധ്യതയുണ്ട്, ഉറപ്പല്ല, സാധ്യതയുണ്ട്. നെക്സ്റ്റ് അപ്രിസിയേഷൻ. അപ്രിസിയേഷൻ എനിക്ക് തോന്നുന്നത് 3 പോയിന്റ്സ് ഞാൻ പറയുന്നുണ്ട്, എന്നാലും കൂടുതൽ എന്നുള്ള പോലെ ഒന്ന് വോക്കലോൺ ആണ്. ഓക്കെ, ഒന്ന് വോക്കലോൺ ആണ്. അതേപോലെ തന്നെ സക്സസ്, വോക്കലോൺ, സക്സസ്. പിന്നെ മൂന്നാമതായിട്ട്, അതായത് ഫസ്റ്റ് എനിക്കൊന്ന് ആദ്യത്തെ നമ്മുടെ ഓണം എക്സാമിന്റെ സമയത്ത് നത്തിങ് ട്വൈസിന്റെ അപ്രിസിയേഷൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഇനി അത് ചോദിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇതിനെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വെക്കുകയാണ്. വോക്കലോണിനാണ് കൂടുതൽ സാധ്യതയുള്ളത്, നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് അപ്രിസിയേഷൻ. പിന്നെ ഒരു അൺനോൺ പാസേജ്, ഏതെങ്കിലും ഒരു പാസേജ്, അത് നിങ്ങൾ വായിച്ചു നോക്കി അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്നുള്ള രീതിയിൽ ഉണ്ടാവും. പിന്നെ റൈറ്റ് അപ്പ്. മക്കളെ, റൈറ്റ് അപ്പിനും കൂടുതലായിട്ടും ഇപ്പം സാധ്യത കാണുന്നത് നമ്മുടെ ആ അഡ്വർടൈസ്മെന്റ് ലെസൺസ് ഇല്ലേ, എന്താ ടോയ്സ് ടു ടീൻ എന്ന് പറഞ്ഞ ലെസൺ ഇല്ലേ, സോ അതിന്റെ അകത്തുനിന്ന് മിക്കവാറും ടോയ്സ് ടു ടീൻ അഡ്വർടൈസ്മെന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന്റെ ആ ഒരു എഫക്ട് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ ടീനേജിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ബേസിസിൽ ആ ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു റൈറ്റ് അപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട് കേട്ടോ. ഏത് ടോയ്സ് ടു ടീൻസ് എന്ന് പറഞ്ഞ ആ ലെസന്റെ മേലെ ഒരു റൈറ്റ് അപ്പ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു ലെസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേപോലെ തന്നെ ചാൻസുകളാണ് ഗാന്ധിജിയുടെ ഡ്രീംസ് റിയലൈസ്ഡ്. അതിന്റെ അകത്തുനിന്നും ഇതേപോലെ തന്നെ ഒരു റൈറ്റ് അപ്പ് ചോദിക്കാൻ ഒരു സാധ്യതയുള്ള ലെസൺ ആണ് ഗാന്ധിജിയുടെ ഡ്രീംസ് റിയലൈസ്ഡ്. ഈ 2 ഓപ്ഷൻസ് വെക്കാം. പിന്നെ നാരറ്റീവ് അല്ലെങ്കിൽ സ്പീച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ബെത്തനി ഹാമിൽട്ടന്റെ ലെസണോ അല്ലെങ്കിൽ നീരജ ബാനർട്ടിന്റെ ലെസണിന്റെ അകത്തുനിന്നോ ഒരു സ്പീച്ച് ചോദിക്കാം. അതേപോലെ തന്നെ നമ്മുടെ നാരറ്റീവ് ആണെന്നുണ്ടെങ്കിൽ
ഹാഫ് എ ഡേ ഇല്ലായിരുന്നു നക്കിബ് മഹഫൂസിന്റെ ഹാഫ് എ ഡേ, അതിന്റെ അകത്ത് നിന്നുള്ള ഒരു നാരറ്റീവ് ഓക്കെ അങ്ങനത്തെ ഒരു സ്കോപ്പും കൂടെ നമുക്ക് കാണാം. അപ്പൊ സ്പീച്ച് പറയുകയാണെങ്കിൽ നീരജ ബാനോട്ടിന്റെ ലെസനോ അല്ലെങ്കിൽ നമ്മുടെ ഈ ബെത്തനി ഹാമിൽട്ടന്റെ ലെസനോ അതിന്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒരു സ്പീച്ച് ചോദിക്കാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡയറി എൻട്രി. ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഡയറി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ എക്സാമിന് ഞാൻ പറഞ്ഞ പോലത്തെ തന്നെ ഡയറി ചോദിച്ചു. അതായത് ഒരു മഴയുള്ള ദിവസമിലെ ആ ഒരു ഓതർ നമ്മുടെ അനിത നായർ ഇവിടെ വന്നതിന്റെ ശേഷം അവരുടെ ആ ഒരു റെയിനി ഡേന്റെ ഡയറി ആയിരുന്നു ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സെയിം റെയിനി ഡേന്റെ ഡയറി തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് വലിയൊരു നേട്ടമാണ്. ഇപ്രാവശ്യം ഡയറി അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒന്നെങ്കിൽ നമ്മുടെ ജോസഫ് ബാർബറ മൈക്കിൾ ജാക്സനെ കണ്ടുമുട്ടിയതിന് ശേഷം അന്ന് രാത്രി എഴുതാൻ ചാൻസ് ഇല്ല. ഒന്നെങ്കിൽ മൈക്കിൾ ജാക്സന്റെയോ അല്ലെങ്കിൽ ജോസഫ് ബാർബറിന്റെ ഒരു ഡയറിക്ക് ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബെത്തനി ഹാമിൽട്ടന്റെ ഒരു ഡയറി. ഓക്കെ, ബെത്തനി ഹാമിൽട്ടൺ. അപ്പം 3 ചാൻസ് ആട്ടോ. ഒന്ന് ബാർബറ, ഓക്കെ, ബാർബറയുടെ ഡയറി, അല്ലെങ്കിൽ MJ യുടെ ഡയറി, പിന്നെ ബെത്തനി ആ ഒരു ഷാർക്ക് സർവൈവലിന് ശേഷം ഉള്ള ഒരു ഡയറി എൻട്രി പോലെയോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി മുന്നോട്ടുള്ള ലെസൺ വരുന്ന സമയത്ത് സെൽമ ലെഗർലോഫ് അവർ ആ ഒരു നോബൽ പ്രൈസ് വിൻ ചെയ്തതിന്റെ ശേഷമുള്ളൊരു ഡയറി എൻട്രി. ഓക്കെ, അല്ലെ അവർ ആ ഒരു ഡയറി എൻട്രിയിൽ അവർ ആ ഒരു അവാർഡ് നോബൽ പ്രൈസ് വിൻ ചെയ്തതിന് ശേഷമുള്ള ഡയറി എൻട്രി, അതിനൊരു നല്ല സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. പ്രിപ്പയർ 5 questions based on a paragraph. അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് എന്നുള്ള ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും. എന്നിട്ട് ആ പാരഗ്രാഫിന്റെ ബേസ് ആയിട്ട് നിങ്ങൾ 5 questions പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഒന്നുമില്ല, നിങ്ങൾ സാധാരണ ആൻസർ കണ്ടുപിടിക്കാനല്ലേ ബുദ്ധിമുട്ടുന്നത്. അതിന് നേരെ മറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒരു സെന്റൻസ് വായിക്കുക, അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക, ഒരു സെന്റൻസ് വായിക്കുക, അതിനൊരു ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക. അത്രയേ ഉള്ളൂ, ഈസിയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അതേത് ലെസൺ ആണെന്ന് ഇപ്പൊ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കുറെ ലെസൺസ് ഉണ്ടല്ലോ, അപ്പൊ ഏതാ നമുക്ക് അറിയില്ല. നെക്സ്റ്റ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചിത്രങ്ങളും ഒന്ന് നോക്കി വെച്ചോളൂ. ചിലപ്പം ഇനി ഇതൊന്നും അല്ലാത്ത ഡ്രാക്കുലോറ ഡോളിന് വേണ്ടി കുട്ടി വാശി പിടിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് അല്ലെ, ആ ഒരു ഗ്രേസ് വന്നിട്ട് ഡ്രാക്കുലോറ ഡോൾ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം വന്നിട്ട് അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനോ, അപ്പം ഏത് പിക്ചർ ഡിസ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാലും അത് ആ ലെസൺ എന്നുള്ള രീതി, അതായത് വെറുതെ ചുമ്മാ അല്ലെ. നമ്മളിപ്പം എന്താ പറയുക, കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ആ ഒരു ടിഫിൻ കാരിയേഴ്സിന്റെ ചിത്രം തന്നിട്ട് ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞ സമയത്ത് ഇത് വൈറ്റ് ടിഫിൻ കാരിയേഴ്സ് ആണ് അല്ലെങ്കിൽ ഇത് ഏതോ ഒരു മാൻ, അങ്ങനെയല്ലാതെ ആ ലെസന്റെ കോണ്ടെക്സ്റ്റിൽ ആ ലെസണിൽ എന്താണോ പറയുന്നത് ആ ലെസണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ആ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. ചെറിയ മക്കൾ എഴുതി വെക്കുന്ന പോലെ there is a man, there is a woman അങ്ങനെ എഴുതി വെക്കരുത്. ആ ലെസണിനോട് അതിനെ ബന്ധപ്പെടുത്തിയിട്ട് വേണം ആ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ. പിന്നെ മക്കളെ ന്യൂസ് റിപ്പോർട്ട് നമ്മുടെ നീരജയുടെ ലെസണിന്റെ അകത്തുനിന്ന് ഒരു ന്യൂസ് റിപ്പോർട്ടിനൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പിന്നെ വേറെ ഏതാ ഇതേപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ടിന് ചാൻസ് ഉള്ള വേറെ ലെസൺ നീരജയുടെ പിന്നെ ബത്തനീന്റെ എന്തെന്ന് ചോദിക്കാം. പിന്നെ ബോയിനെ കാണാണ്ടായത്, ഓക്കെ, ഹാഫ് എ ഡേനകത്ത് ബോയിനെ കാണാണ്ടായത്, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പ്രൊഫൈലാണ്. പ്രൊഫൈൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും മൈക്കിൾ ജാക്സന്റെ പ്രൊഫൈലാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻ നോക്കുമ്പോഴൊക്കെ അത്യാവശ്യം കുറച്ച് മുന്നോട്ട് എടുത്ത് നിൽക്കുന്നത്. കാരണം നീരജ ബാനോട്ടിനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രൊഫൈൽ എനിക്ക് മൈക്കിൾ ജാക്സന്റെ ആയിരിക്കാം. നെക്സ്റ്റ് മൈക്കിൾ ജാക്സന്റെ പ്രൊഫൈൽ ഉണ്ടാവാം. പിന്നെ ഫ്രേസൽ വെർബ്സ് 5 എണ്ണം. അത് ഏത് തരത്തിലാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും ഒരു 5 മാർക്കിന് 4 മാർക്കിനായിട്ട് ഫ്രേസൽ വെർബ്സ് ഉറപ്പായിട്ടും ചോദിക്കും. പിന്നെ വേറൊന്നുടാ കോൺവെർസേഷൻ കംപ്ലീഷൻ. അപ്പം കോൺവെർസേഷൻ കംപ്ലീഷൻ ഒക്കെ എനിക്ക് നമ്മുടെ ലൈവുകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിരിക്കും. അല്ല അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മുടെ ലൈവ് ഉണ്ട്, അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗട്ട് ഫുള്ള് ക്ലിയർ ആയി കിട്ടുന്നതാണ് കേട്ടോടാ. അപ്പൊ ഇതൊക്കെയാണ് മിസ്സിന്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ലെറ്റർ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, അതെന്റെ ഒരു പ്രഡിക്ഷൻ ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൈക്കിൾ ജാക്സൺ അല്ലെ ഒരു ലെറ്റർ, ഓക്കെ, ലെറ്റർ അതും കൂടെ ആഡ് ചെയ്ത് വെക്കാം. യെസ്, ലെറ്റർ എന്ന് പറയുമ്പം മൈക്കിൾ ജാക്സൺ ബാർബറൊക്കെ എഴുതുന്നതോ അല്ലെങ്കിൽ ബാർബറ മൈക്കിൾ ജാക്സൺ എഴുതുന്ന രീതിയിലുള്ള ഒരു ലെറ്ററിന് ഒരു സാധ്യതയുണ്ട്. പിന്നെ എന്താണ് ആ അഡ്വർടൈസ്മെന്റ് ലെസൺ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വലിയ അത്യാവശ്യം കുറച്ച് നിങ്ങൾ തിങ്ക് ചെയ്ത് എഴുതേണ്ട രീതിയിൽ തന്നെ ഒന്നെങ്കിലും ഒരു റൈറ്റപ്പോ അല്ലെങ്കിൽ ഒരു സ്പീച്ചോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. അതിൻ്റെ അകത്ത് അത് അത്യാവശ്യം അതിന്റെ ഐഡിയ നന്നായിട്ട് ഉണ്ടാക്കി വെക്കുക. അതിൻ്റെ അകത്ത് ചോദിക്കാൻ എന്തൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളത് നല്ലൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ എക്സാം സെറ്റ് ആണ് മക്കളെ. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് ഇനി ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെടാ, അപ്പൊ ലൈവിലേക്ക് കാണാം. ബൈ ബൈ.